നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് ഡിസിഷൻ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കി നോക്കാം. അതായത് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് കുട എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്ത്, നമ്മളെല്ലാവരും പോലെ ഞാൻ പുറത്തോട്ട് നോക്കി. അപ്പോൾ നല്ല മഴ പെയ്യായിരുന്നു. അപ്പോൾ ആ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ കുട എടുക്കണം എന്നുള്ള ഡിസിഷനിലെത്തി. അതായത് മഴ പെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടീഷൻ നോക്കിയിട്ടാണ് ഞാൻ കുട എടുക്കണം എന്ന് പറയുന്ന ഡിസിഷനിലെത്തിയത്. ഇതുപോലെ മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കുട എടുക്കില്ല എന്നുള്ള ഡിസിഷനിലാണ് എത്തുമായിരുന്നത്. അതായത് ആ മഴ പെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏത് ഡിസിഷൻ ചൂസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഇഫ് എൽസിന്റെ സിന്റാക്സ്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഇഫ് എന്ന് എഴുതിയതിനു ശേഷം കണ്ടീഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഏത് കണ്ടീഷൻ അനുസരിച്ചാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് അത്. അത് കഴിഞ്ഞിട്ട് രണ്ട് കേളി ബ്രേസ് കാണാം. അതായത് ആ ഒരു സ്പേസ്, ആ രണ്ട് കേളി ബ്രേസിന്റെയും ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് ആണ് ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്കിലുള്ള കോഡായിരിക്കും വർക്ക് ആവുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൽസ് ആയിരിക്കും. എൽസിനും ഇതേപോലെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. എൽസ് ബ്ലോക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കണ്ടീഷൻ തെറ്റാണെങ്കിൽ, നമ്മൾ ഇഫിന്റെ കൂടെ എഴുതിയ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇഫ് ബ്ലോക്കിലോട്ട് കയറാതെ എൽസ് ബ്ലോക്കിലുള്ള കണ്ടീഷൻ ആയിരിക്കും വർക്ക് ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഇതിലൊന്ന് വെച്ച് നോക്കാം. അതായത് നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? മഴ പെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ എന്താണ്? ഇഫിന്റെ ഉള്ളിൽ റെയിനിങ് എന്ന് നമ്മൾ എഴുതി അല്ലെ. മഴ പെയ്യുന്നുണ്ടോ നമ്മൾ നോക്കി, എന്നിട്ട് മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് വർക്ക് ആവണം? ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള കുട എടുക്കണം എന്നുള്ളത് വർക്ക് ആവണം. അല്ല, ആ കണ്ടീഷൻ തെറ്റാണ്, മഴ പെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ എൽസിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള കുട എടുക്കണ്ട എന്നുള്ളത് വർക്ക് ആവണം. നമ്മളപ്പോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് അല്ലെ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചൊരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് എ C++ പ്രോഗ്രാം ദാറ്റ് ആസ്ക് ദ യൂസർ ഫോർ ദർ ഏജ് ആൻഡ് ദെൻ ചെക്സ് ഇഫ് ദേ ആർ എലിജിബിൾ ടു വോട്ട്. എ പേഴ്സൺ ഈസ് എലിജിബിൾ ടു വോട്ട് ഇഫ് ദേ ആർ 18 years old or older. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്കൊരു C++ പ്രോഗ്രാം എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഒരു യൂസർ അയാളുടെ ഏജ് എൻ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസ്. ഇതിൽ പറയുന്നത് 18 വയസ്സോ 18 വയസ്സിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പൊ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നമ്മുടെ ബേസിക് ഒരു C++ന്റെ സ്കെൽറ്റൻ ആണ് കാണാനുള്ളത്. അപ്പൊ ഇതിലോട്ട് നമ്മൾ വരിക, നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് മനസ്സിലായി നമുക്ക് ഏജ് ആണ് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്. ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ 18 വയസ്സാവും, 19 ആവും, 20 ആവും, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. അതൊരു ഇന്റിജർ വാല്യൂ ആണ്. അപ്പൊ അതൊരു ഇന്റ് ഡേറ്റ ടൈപ്പിലാണ് അത് വരുന്നത്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തു? ഇന്റ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഒരു വാരിയബിൾ വേണം. ആ വാരിയബിളിന് പേര് കൊടുക്കണം. എന്ത് പേര് നമ്മൾ കൊടുക്കുക? ഇപ്പൊ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏജ് എന്നുള്ള പേരാണ് മുന്നേ കൊടുത്തിരുന്നത്. ആ പേര് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഏജ് എന്ന് പറയുന്ന ഇന്റിജർ ഡേറ്റ ടൈപ്പ് ഉള്ള ഒരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പ്രായം വല്ലതും കൊടുക്കണോ? 24 വയസ്സെന്തെങ്കിലും കൊടുക്കണോ? ഇനിഷ്യലൈസ് ചെയ്യണോ? വാല്യൂ എന്നെ കൂടെ കൊടുക്കണോ? കൊടുക്കണ്ട. കാരണം എന്താണ്? നമ്മൾ യൂസറുടെ കയ്യിൽ നിന്നാണ് വാല്യൂ വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യണ്ട, ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. നമ്മൾ അങ്ങനത്തെ ഒരു മെമ്മറിയിൽ ഇങ്ങനത്തെ ഒരു വാരിയബിൾ വേണം, ഒരു ഇന്റിജർ വാരിയബിൾ വേണം. അതിന്റെ പേര് ഏജ് ആണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്? നമ്മൾക്ക് യുസറിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? യൂസറുടെ ഏജ് എത്രയും ചോദിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യാ? സി ഔട്ടില് യൂസറിനോട് എൻ്റർ യുവർ ഏജ് നമുക്ക് പറയാം അല്ലേ. ഇപ്പൊ എന്താ ഉണ്ടാവുക? ഇപ്പൊ എന്ത് ചെയ്യും? യൂസറിനോട് ഡിസ്പ്ലേയിൽ എൻ്റർ യുവർ ഏജ് എന്ന് പറയും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും യൂസറിനോട് എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇത്ര ചെയ്താൽ മതിയോ? പോരാ. നമുക്കിനി എന്ത് ചെയ്യണം? യൂസർ എൻ്റർ ചെയ്യുന്ന ഏജ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് സീൻ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. യൂസർ എൻ്റർ ചെയ്യുന്ന ഏജ് നമുക്ക് സീൻ വഴി ഏജ് എന്ന് പറയുന്ന മെമ്മറി വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ അടുത്ത ലൈനിൽ ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മൾ സീൻ ഏത് വാരിയബിളിലാണ് സേവ് ചെയ്യേണ്ടത്? ഏജ് പറഞ്ഞ വാരിയബിളാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സീനിൽ ഏജ് കൊടുത്തു. ഓക്കെ, ഇതുവരെ എന്തുണ്ടായത്? നമുക്ക് ഒന്നുകൂടെ നോക്കാം. സി ഔട്ടിൽ എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞു. അപ്പോ കൺസോളിൽ മെസ്സേജ് ഡിസ്പ്ലേ ആവും എൻ്റർ യുവർ ഏജ് എന്നുള്ളത്. എന്നിട്ട് യൂസർ ടൈപ്പ് ചെയ്യുന്ന ഏജ് നമ്മൾ സീൻ വഴി ഏജ് എന്ന് പറഞ്ഞ വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതുവരെ ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, നമ്മൾ ഇനിയാണ് ഇഫ് എൽസിലോട്ട് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫിന്റെ ഉള്ളില് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇഫിന്റെ തുടക്കം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്?
കണ്ടീഷൻ എന്തായിരുന്നു നമ്മുടെ മഴയുണ്ടെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനാണ്. അതനുസരിച്ച് വരുന്നതാണ് മഴയുണ്ടെങ്കിൽ കുട എടുക്കണം. ഇഫ് ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് വർക്കാവും, കുട എടുക്കണം എന്നുള്ള വർക്കാവും. അല്ലെങ്കിൽ എലിസിൽ എന്താണ് വരുന്നത്, കുട എടുക്കണ്ട എന്നുള്ള വർക്കാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഇവിടെ റിയൽ ലൈഫ് എക്സാമ്പിൾ കുട എടുക്കണോ എന്നുള്ളതായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ കണ്ടീഷൻ യൂസർ കൊടുക്കുന്ന ഏജ് 18 അതിൽ കൂടുതലോ ആണോ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇഫിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളില് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം സി ഔട്ടില് യു ആർ എലിജിബിൾ ടു വോട്ട്. ഓക്കെ, ഇതെന്താണ് ഇപ്പൊ പറഞ്ഞത്, ഏജ് 18 മുകളിലാണെങ്കിൽ സി ഔട്ടില് യു ആർ എലിജിബിൾ ടു വോട്ട് എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇനി അല്ല, ഈ കേസ് അല്ല, ഏജ് 18 മുകളിൽ മാത്രമാണ് യൂസർ എൻട്രി ചെയ്യുക, യൂസർ ചിലപ്പോൾ 10 വയസ്സുള്ള ആളായിരിക്കും. അപ്പൊ യൂസർ കൊടുക്കുന്നത് ഏജ് 18 അതിന് കൂടുതലോ എന്നുള്ളത് പോലെ തന്നെ 18 താഴെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എൽസ് പാർട്ട് ഡിക്ലെയർ ചെയ്യും അല്ലെ. എൽസിൽ നമ്മൾ എന്ത് കൊടുക്കും, സി ഔട്ടില് യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ഇതിനർത്ഥം എന്താണ്, നമ്മളിപ്പോ എന്ത് കൊടുത്തു, 18 വയസ്സാവണം ചെക്ക് ചെയ്തു, എന്നിട്ട് ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്കിലുള്ള യു ആർ എലിജിബിൾ ടു വോട്ട് എന്നുള്ള വർക്കാവും, അല്ല തെറ്റാണെങ്കിൽ എൽസ് പാർട്ടിലുള്ള സി ഔട്ടിലുള്ള യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് വർക്കാവും. ഇനി നമുക്കിത് ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിത് റൺ ചെയ്യാണ്. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മളടുത്ത് പറയുന്നുണ്ട് എൻറ്റർ യുവർ ഏജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏജ് ഞാൻ എൻറ്റർ ചെയ്യാണ്. ഞാനിപ്പോ 24 എന്നുള്ള ഏജ്, എന്റെ ഏജ് എൻറ്റർ ചെയ്യും. എന്റെ ഏജ് എൻറ്റർ ചെയ്യുമ്പോൾ എന്താണ്, യു ആർ എലിജിബിൾ ടു വോട്ട് എന്നുള്ള മെസ്സേജ് വന്നു. ഓക്കെ, അപ്പൊ എന്താണ് 24 എന്നുള്ള 24 എന്ന് പറയുന്ന വയസ്സ് നമ്മൾ ഏജ് എന്ന് പറയുന്ന ഈ ഒരു വാരിയബിളിലോട്ട് സ്റ്റോർ ആയി. ആ സ്റ്റോർ ആയ വാരിയബിളിൽ 24 ഇരിക്കുന്നത്. അതിനർത്ഥം 24 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ നോക്കി. അത് ശരിയാണ്. ശരിയായതുകൊണ്ട് ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിലുള്ള സി ഔട്ടിലോട്ട് പോയി യു ആർ എലിജിബിൾ ടു എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ശരിയല്ല, തെറ്റാണ്, ഇപ്പൊ 18 അതിൽ കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത്, നമുക്ക് 16 നോക്കി നോക്കാം. ഞാനിപ്പോ ഇത് റൺ ചെയ്തു, ഒന്നുകൂടെ റൺ ചെയ്യാണ്. ഒന്ന് റൺ ചെയ്തപ്പോ ഏജ് ചോദിച്ചിട്ടുണ്ട്. ഏജ് ഞാൻ 16 കൊടുത്തു. 16 കൊടുത്ത് എൻട്രി ചെയ്ത് എന്താണ്, യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് തന്നു. കാരണം എന്താണ്, സീനിൽ ഇരിക്കുന്ന ഏജിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. ഇഫിന്റെ ഉള്ളിൽ വരുമ്പോൾ 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ നോക്കി. തെറ്റാണ്. തെറ്റായതുകൊണ്ട് ഇഫ് ബ്ലോക്കിൽ വർക്ക് ആയില്ല. നേരെ എൽസിലോട്ട് വന്നു. എൽസിന്റെ ഉള്ളിൽ എന്താ കൊടുത്തേക്കുന്നത്, സി ഔട്ട് യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. അത് പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ ഈ ഇഫിന്റെ ഉള്ളിൽ എന്ത് കണ്ടീഷൻ ആണോ എഴുതിയേക്കുന്നത് അതനുസരിച്ചിട്ടാണ് വർക്ക് ആവുക. ഇപ്പൊ ഞാൻ ഈ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നുള്ളത് മാറ്റി 16 കൊടുത്തു. 16 കൊടുത്തിട്ട് ഞാൻ ഇത് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, എന്നിട്ട് ഞാൻ എന്റെ ഏജ് 16 തന്നെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്താ, യു ആർ എലിജിബിൾ ടു വോട്ട് പറഞ്ഞു. കാരണം എന്താണ്, ഇപ്പൊ ഏജിന്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ കണ്ടീഷൻ എന്താണ്, 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 വരുമ്പോ അത് ശരിയാണ്. ഓക്കെ, ഈ 16 വോട്ട് ചെയ്യാനുള്ള പ്രായം ഇന്ത്യയിൽ 16 അല്ല 18 ആണ്, വേറെ ഏതൊക്കെ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി മാസ്റ്റർ ഉപയോഗിച്ചത് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ, ഇതാണ് ഒരു സിമ്പിൾ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നമുക്ക് ഇതിൽ കൂടാതെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇഫ് എൽസിൽ എൽസ് എന്നുള്ള പാർട്ട് മാൻഡറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഈ എൽസ് ഇല്ലാതെയും എനിക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. ഞാനിപ്പോ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 16 ആണ് എന്റെ കണ്ടീഷൻ, അതിന്റെ ഉള്ളിൽ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഫിന്റെ ഉള്ളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 18 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യുവർ എലിജിബിൾ ടു വോട്ട് എന്ന് പറയും. ഈ എന്നാൽ നമ്മൾ ഇത് കണ്ടീഷൻ വർക്ക് ആവാത്താണെങ്കിലോ, ഈ ഇഫിന്റെ ഉള്ള കണ്ടീഷൻ വർക്ക് ആവാത്ത ഞാനിപ്പോ അതിന് താഴെയുള്ള 10 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്, അപ്പൊ ഒന്നും വരില്ല. കാരണം അവിടെ നമ്മൾ എൽസ് പാർട്ട് കൊടുത്തിട്ടില്ല. ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഏജ് എത്രയും ചോദിക്കുന്നു, അത് 10 ആണ്. 10 വരുമ്പോൾ എൽസിലോട്ട് 10 ശരിയല്ലാത്തതുകൊണ്ട് ഇഫ് ബ്ലോക്കിൽ കയറില്ല, എൽസ് ബ്ലോക്കിലോട്ട് പോകും. എൽസിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, എൽസിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല. അപ്പൊ എന്താണ്, എൽസ് വർക്ക് ആവില്ല. ഇവിടെ എൽസ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, തെറ്റിപ്പോയതാണ്. ഓക്കെ, 10 കൊടുത്തു, വർക്കായില്ല. കൂളല്ലേ. ഇപ്പൊ നമ്മളിവിടെ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 16 എന്നാണ്. നമ്മൾ എൽസ് പാർട്ട് കളഞ്ഞു അല്ലെ, എൽസ് പാർട്ട് ഇല്ലാതെ നോക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക നോക്കാം. ഇപ്പൊ ഏജ് ഇഫിന്റെ ഉള്ളിൽ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 16 ഉണ്ട്, എൽസ് പാർട്ട് ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 16 ഞാനിപ്പോ ആദ്യം 18 എന്ന് കൊടുത്തു. 18 എന്ന് റൺ ചെയ്യട്ടെ. ഞാൻ റൺ ചെയ്തതിന് ശേഷം
എൻ്റർ യുവർ ഏജ് ചോദിക്കുന്നുണ്ട്, 18 കൊടുത്തു. 18 കൊടുത്തപ്പോൾ യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് കാണിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ അത് അത് ഫോൾസ് ആവുന്ന, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്ന ഒരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, 10 കൊടുക്കുകയാണ്. 10 പറ്റാനാണ് ചെറുതാണല്ലോ. 10 കൊടുത്തപ്പോൾ എന്തായി, 10 കൊടുത്തപ്പോൾ ഒന്നും ആയില്ല. കാരണം ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആയ എലിസ് ബ്ലോക്ക് ആണ് വർക്ക് ആവുന്നത്. ഇതിൽ എലിസ് ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും വർക്ക് ആവില്ല. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കുന്നത് എന്താണെന്ന്. ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സ്കൂൾ ഹാസ് ദ ഫോളോയിങ് ഗ്രേഡ് സിസ്റ്റം. അതായത് സ്കൂളിലെ ഗ്രേഡ് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് ഗ്രേഡ് സിസ്റ്റം വരുന്നത്? 25 മാർക്കിന് താഴെയാണെങ്കിൽ എഫ് ഗ്രേഡ്, 25 മുതൽ 45 വരെ ആണെങ്കിൽ ഡി, 45 മുതൽ 60 വരെ ആണെങ്കിൽ സി, 60 മുതൽ 80 വരെ ആണെങ്കിൽ ബി, 80 മുതൽ 100 വരെ ആണെങ്കിൽ എ. ഇതാണ് ഗ്രേഡ് സിസ്റ്റം വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു C++ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഒരു യൂസർ അയാളുടെ മാർക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് വരണം. അതായത് ഇപ്പൊ ഞാൻ 95 ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എ ഗ്രേഡ് വരണം, 65 ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ബി ഗ്രേഡ് വരണം, 10 ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഗ്രേഡ് വരണം. അങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഗ്രേഡ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോ അരയാകാം, 3.5 ആകാം, 44 ആകാം, 99 ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ വരാം. അരക്കാലം ഒക്കെ വരുമല്ലോ. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റിജർ നമ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ 100ന് പുറത്തുള്ള ഔട്ട്പുട്ടും നമ്മൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല. മാർക്ക് 100ന് താഴെ ഉള്ളിലായതുകൊണ്ട് മാക്സിമം 100 ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഏറ്റവും കുറവെന്ന് പറയുന്നത് 0 ആണ്. ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് അറിയാം, നമുക്ക് വേണ്ടത് ഒരു ഇന്റിജർ ടൈപ്പ് ആണ് അല്ലെ. മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ വെക്കുമ്പോൾ ഒരു ഇന്റിജർ ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാം ഇന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താ ചെയ്ത്, ഏജ് എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമുക്ക് അതുപോലെ വേണമെങ്കിൽ ഇവിടെ ഏജ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഈ ഏജ് ഇത് കാണുമ്പോൾ നമുക്ക് മാർക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന് ബന്ധപ്പെട്ടൊന്ന് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ മാർക്ക് എന്ന് കൊടുക്കുകയാണ്. മാർക്ക് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, സി ഔട്ടില് യൂസറിനോട് പറയാണ് എൻ്റർ യുവർ മാർക്ക്. എൻ്റർ യുവർ മാർക്ക് എന്ന് കൊടുത്തു അല്ലേ. എന്നിട്ട് സെമിക്കോൺ ഇട്ടു. അപ്പൊ എന്താണ്, കൺസോളില് യൂസറിനോട് എൻ്റർ യുവർ മാർക്ക് എന്ന് ചോദിക്കും. അപ്പൊ യൂസർ എന്ത് ചെയ്യും, അയാളുടെ മാർക്ക് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യേണ്ട മാർക്ക് നമുക്ക് വാങ്ങിയിട്ട് മാർക്ക് എന്ന് പറയുന്ന വാരിയബിളിൽ സേവ് ചെയ്യണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, സീൻ. ഓക്കെ, അപ്പൊ നമ്മൾ സീൻ എടുത്തു, അതിലോട്ട് മാർക്ക് വെക്കുകയാണ്. അപ്പൊ നമ്മൾ മാർക്ക് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, നമ്മൾ മാർക്ക് എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. സിയോട് എൻ്റർ യുവർ മാർക്ക് കൊടുത്തു. ആ യൂസർ എൻ്റർ ചെയ്യുന്ന മാർക്ക് എന്ന് പറഞ്ഞ വാരിയബിൾ വെക്കണം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഒരു ചുമല ലൈൻ, ഒരു റെഡ് ലൈൻ മാർക്കിന്റെ അടിയിൽ വന്നിട്ടുണ്ട്. മാർക്കിന്റെ അടിയിൽ ഓൾറെഡി ഒരു മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ റൺ ചെയ്ത് നോക്കാം, എന്താ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ റൺ ചെയ്തു. അപ്പൊ റൺ ചെയ്തപ്പോ എറർ ആണ് വന്നിരിക്കുന്നത്. അത് എറർ വന്നിരിക്കുന്നത് എന്താണ്, മാർക്ക് വാസ് നോട്ട് ഡിക്ലെയർഡ്. ഇത് മാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി മാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഡ് മാർക്ക് എന്ന് കൊടുത്തല്ലോ. ഇതെല്ലാം മാർക്ക് എന്ന് പറഞ്ഞ വാരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് സ്മോൾ എമ്മും ഞാൻ ഇവിടെ കൊടുത്ത മാർക്ക് ക്യാപിറ്റൽ എമ്മും ആണ്. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഇത് രണ്ടും സെയിം ആയിരിക്കും. C++നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് വ്യത്യസ്തമായ എൻറ്റിറ്റി ആണ്. അപ്പൊ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ച് നെയിം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഓർമ്മിച്ചത് മാത്രം. നമ്മൾ മാർക്ക് കൊടുത്തു, സാധാരണ രീതി മാർക്ക് കൊടുത്തു. അപ്പൊ എന്തായി, എറർ പോയി, ആ റെഡ് ലൈൻ പോയി, അതിനകത്ത് എറർ പോയി എന്നാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, യൂസറിനോട് മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ മാർക്ക് എന്ന് പറഞ്ഞൊരു വാരിയബിളിലോട്ട് സേവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തു. ഇനി നമ്മൾ ഇഫ് ബ്ലോക്കിലോട്ട് പോവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താ, 25 മാർക്കിന് താഴെയാണെങ്കിൽ എഫ് ഗ്രേഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെ ടൈപ്പ് ചെയ്യും, നമ്മൾ ഇഫ് എന്ന് പറഞ്ഞു, അതിനോട് കണ്ടീഷൻ കൊടുക്കണം. എന്താണ് കണ്ടീഷൻ, ഇഫ് മാർക്സ് ലെസ് ദാൻ 25, മാർക്ക് 25ന് കുറവാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, സി ഔട്ടില് എഫ് എന്ന് പ്രിന്റ് ചെയ്യണം അല്ലെ. എഫ് പ്രിന്റ് ചെയ്യണം. ഇവിടെ റെഡ് ലൈൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്, മാർക്സ് അല്ല മാർക്കാണ്. ഓക്കെ, ഇത് മാറ്റിയപ്പോൾ റെഡ് ലൈൻ പോയി. അടുത്തത് നമ്മൾ എന്താണ്, നമ്മൾ താഴെ വരികയാണ്. അടുത്ത് ഇഫ് ടൈപ്പ് ചെയ്യാണ്, അതിനുള്ള കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് മാർക്സ്. ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, മാർക്സ് കൊടുത്തതിന്റെ പ്രശ്നമല്ല. നമ്മൾ ഇവിടെ ചെയ്തത് എന്താ, ഈ ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ അടുത്ത ഇഫ് ബ്ലോക്ക് ടൈപ്പ് ചെയ്തത്. അങ്ങനെയാണോ വേണ്ടേ, അല്ല. നമുക്ക് എങ്ങനെയാണ് വേണ്ടത്,
ഈ ബ്ലോക്കിന് ശേഷം, അതായത് ഈ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, അത് എൻഡ് ആകുന്നത് ഇവിടെയാണ്. ഈ രണ്ടിനും കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഓക്കെ, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇത് താഴെ അടുത്ത ഇഫ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഇഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 25 ആണെങ്കിലാണോ ഡിഗ്രേഡ്? അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 25 ആകണം, ബിലോ 45 ആകണം. അതായത് ഈ രണ്ട് റേഞ്ചിന്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സിനൊക്കെ നമുക്ക് ഡി എന്ന് പറയുന്ന ഗ്രേഡ് ആണ് പ്രിന്റ് ആകേണ്ടത്. അപ്പൊ നമ്മൾ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ 25 എന്ന് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? മാർക്ക് ലെസ് ദാൻ 45 അടിച്ചു. പക്ഷെ ഇതിൽ മാർക്ക് എന്നുള്ളതിൽ ഒരു റെഡ് ലൈൻ വന്നിട്ടുണ്ട്, എറർ വന്നിട്ടുണ്ട്. നമ്മള് വാരിയബിളിന്റെ നെയിം മാറിയോണ്ടാണോ? അല്ല. എന്താണ് കാരണം? അവിടെ ഈ രണ്ട് കണ്ടീഷനും വർക്ക് ആവണം എന്നുള്ളതിന് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഇവിടെ ആഡ് ചെയ്യണം. എന്താ അവിടെ ആഡ് ചെയ്യേണ്ടത്? ഒരു ആൻഡ് ഗേറ്റ് ആഡ് ചെയ്യണം. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആൻഡ് എന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടീഷനും റൈറ്റ് സൈഡിലുള്ള കണ്ടീഷനും വർക്ക് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിന്റെ ഉള്ളിലോട്ട് പോകുള്ളൂ. ഇത് രണ്ടും ട്രൂ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞ റേഞ്ചിലായിരിക്കും മാർക്ക് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇഫിന്റെ ബ്ലോക്ക് ഓപ്പൺ ചെയ്തു. അതിനുള്ള നമ്മൾ എന്താ ടൈപ്പ് ചെയ്ത്? സി ഔട്ടില് നമ്മൾ ടൈപ്പ് ചെയ്തു ഡി ഗ്രേഡ് ആണെന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഇഫ് ഓപ്പൺ ചെയ്തു. ഇഫിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തു? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആൻഡ് ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് മാർക്ക് ലെസ് ദാൻ 60 അല്ലേ? അതെ, 60 ആണ്. 60 ആണെങ്കിൽ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? സി ഔട്ടില് നമ്മള് സി എന്ന് ടൈപ്പ് ചെയ്തു. സി ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പഠിക്കുന്ന പിള്ളേർ ഇത് മൊത്തം ടൈപ്പ് ചെയ്യണം. ഞാൻ പഠിക്കുമ്പോൾ മൊത്തം ടൈപ്പ് ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് ടൈപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 45 ആണോ? അല്ല, 60യും 80യും ആണെങ്കിൽ 60യും 80യും ആണെങ്കിൽ ഗ്രേഡ് ഏതാണ്? ഗ്രേഡ് ബി ആണ്. അടുത്ത എന്താ? അടുത്ത നമ്മൾ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ 45 60 വന്നിട്ടുണ്ട്, പക്ഷെ അതാണോ? അല്ല. എന്താണ്? 80യും 100ഉം ആണെങ്കിൽ ഗ്രേഡ് എ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം, ശരിയാണോ എന്ന്. ഞാൻ ഇത് റണ്ണ് കൊടുക്കുകയാണ്. അന്നേരം എടുക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ മാർക്ക് എഴുതിയതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ കൊടുക്കുന്ന ഈ മാർക്ക്. എനിക്കൊരു സുഖമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ സി ഔട്ടിൽ കൊടുത്ത മാർക്ക് എന്നുള്ളതിന് ഇവിടെ ഒരു സ്പേസും ഇവിടെ ഒരു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാവും. വേറെ ഒന്നുമില്ല, ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവും. അപ്പൊ ഓക്കെ, നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യാണ്. വെൻഡർ ഒരു മാർക്ക് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ നേരത്തെ കണ്ടോ ഈ ഒരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മാർക്ക് എൻ്റർ ചെയ്യാണ്. എനിക്ക് എപ്പോഴും 90സിന്റെ മുകളിലായിരുന്നു കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത് 97 എൻ്റർ ചെയ്തു. അപ്പൊ 97 എൻ്റർ ചെയ്ത ഗ്രേഡ് എന്താണ്? അതെ, പണ്ട് എനിക്ക് കിട്ടിയ പോലെ എ ഗ്രേഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഇതോടെ കൊടുത്തു നോക്കാം. നമുക്കിപ്പോ ഞാൻ കൊടുത്തു 55 എന്ന് കൊടുത്തു. 55 ആണെങ്കിൽ പ്രോഗ്രാം ശരിയാണെങ്കിൽ ഏതാ വരണ്ട്? 55 എന്ന് പറഞ്ഞാൽ സി ഗ്രേഡ് ആണ് വരേണ്ടത്. 45 മുതൽ 60 വരെ ഇടയിലാണ് 55 ഉള്ളത്. ഗ്രേഡ് സി വരണം. നമുക്ക് ശരിയാണല്ലേ നോക്കാം. നമ്മൾ കൊടുത്തു, ഗ്രേഡ് സി വന്നു, ശരിയാണ്. നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കാം. മാർക്ക് ലെസ് ദാൻ 25 ആണെങ്കിൽ എന്താ വരേണ്ടത്? എഫ് വരണം. ഞാൻ 2 മാർക്ക് കൊടുക്കും. ഒരാൾക്ക് 2 മാർക്ക് കിട്ടിയ 100-ല് അയക്ക് എന്താ വരിക? അയക്ക് വന്നത് അയക്കൊന്നും വന്നില്ല, കാരണം ഞാൻ റൺ ചെയ്ത് കളിച്ചില്ല. അപ്പോൾ ഒന്നുകൂടെ അത് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് എത്രയും ചോദിക്കും. അപ്പൊ നമ്മൾ 2 എൻട്രി ആണ്. 2 എൻട്രി ചെയ്തപ്പോ എന്താണ്? എഫ് ഗ്രേഡ് വന്നു. അപ്പൊ നമ്മൾ ഈ ചെയ്ത കോഡ് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കോഡ് ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചെയ്ത വഴിയല്ല ഏറ്റവും കറക്റ്റ് വഴി. ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുള്ളത് പഠിച്ച് നമ്മൾ ശരിയാവുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ തെറ്റ് പഠിച്ച് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിത് കറക്റ്റ് ആയിട്ടുള്ള വഴിയല്ല എന്ന് പറഞ്ഞു. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, എന്നാലും നമുക്ക് ഇതിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ?
അപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പൊ നമ്മള് ഒന്ന് റൺ ചെയ്യാണ്. റൺ ചെയ്തിട്ട് നമ്മൾ മാർക്ക് കൊടുക്കുകയാണ്. പണ്ട് എനിക്ക് കിട്ടിയിരുന്ന പോലെ 97 കൊടുത്തു. 97 കൊടുത്തപ്പോ എന്തുണ്ടാവുക? ഏന്ന് പ്രിന്റ് ആയി. ഇതെങ്ങനെ പ്രിന്റ് ആവുന്നേ? ആദ്യം ഇഫ് മാർക്ക് ലെസ് ദാൻ 25 ആണോ നോക്കി, അല്ല. ഈ ഇഫ് ബ്ലോക്ക് ആണോ നോക്കി, അല്ല. ഇതാണോ നോക്കി, അല്ല. ഇതാണോ നോക്കി, അല്ല. ഇതാണോ നോക്കി, അതെ. ഇത് അതേ എന്ന് വന്നപ്പോ എന്തായി? അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഗ്രേഡ് എ പ്രിന്റ് ആയി. ഓക്കെ, ഫൈൻ. നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാർക്ക് ഒരു 20 കൊടുത്തു. 20 കൊടുത്തപ്പോ എന്താ ഉണ്ടാവുന്നേ? 20 ആണ്, എഫ് ആണ് ഗ്രേഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുണ്ടായേ? ആദ്യം 25ന്റെ താഴെയാണോ നോക്കി, അത് ശരിയാന്ന് കണ്ടു, എഫ് പ്രിന്റ് ചെയ്തു. പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത ഈ ഇഫ് ബ്ലോക്കിലോട്ട് പോകുന്നു, ഇത് തെറ്റാണ്. ഇതിലോട്ട് പോകുന്നു, ഇതിലോട്ട് പോകുന്നു, ഇതിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ ഇഫും വർക്ക് ചെയ്യാണ്. അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും നമുക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ ശരിയായത് അവിടെ വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് ആ പ്രോഗ്രാം അവിടെ നിന്ന് എക്സിറ്റ് ആവണം. അല്ലാതെ നമ്മൾ എഴുതിയ എല്ലാ ഇഫ് ബ്ലോക്കും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എഴുതിയതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വഴിയല്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ഒപ്റ്റിമൈസ്ഡ് ആക്കാം? നമ്മൾ ഇഫ് ബ്ലോക്കിൽ ഫസ്റ്റ് ഒരു ഇഫ് എഴുതി, പിന്നെ എഴുതുന്നത് മൊത്തം വീണ്ടും വീണ്ടും ഇഫ് ആണ്. നമുക്ക് അതിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എൽസ് ഇഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. എൽസ് ഇഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും എൽസ് ഇഫ് ആക്കി നേരിക്കുക. എൽസ് ഇഫ് കൊടുത്തു, എൽസ് ഇഫ് കൊടുത്തു, എൽസ് ഇഫ് കൊടുത്തു. ഇപ്പൊ എന്താ ഉണ്ടാവുന്നത്? നമ്മളിപ്പോ റൺ ചെയ്ത് ഞാൻ മാർക്ക് നേരത്തെ പോലെ 20 കൊടുത്തു. എനിക്ക് ഔട്ട്പുട്ട് എഫ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഉള്ളതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ മാർക്ക് 25 കുറവാണോ നോക്കി, മാർക്ക് 25 കുറവാണ്. അപ്പൊ എനിക്ക് എഫ് പ്രിന്റ് ആയ ശേഷം എൽസ് ഇത് ശരിയല്ലെങ്കിൽ മാത്രമാണ് ഞാൻ ബാക്കിയുള്ളതിലേക്ക് പോവുള്ളൂ. ആ കണ്ടീഷൻ ശരിയായതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാതെ അത്രയും സമയം ലാഭിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ കാര്യം നോക്കുക. ഇപ്പൊ മാർക്ക് ലെസ് ദാൻ 25 എന്ന് എഴുതിയിരിക്കുന്നത്. മാർക്ക് ലെസ് ദാൻ 25 ആണെങ്കിൽ എഫ് പ്രിന്റ് ചെയ്തു. അതിനുശേഷം മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 25 ആൻഡ് മാർക്ക് ലെസ് ദാൻ 45 എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 എന്നുള്ള കണ്ടീഷൻ വേണം. കാരണം എന്താണ്? നമ്മൾ അതിന് മുന്നേ എഴുതുന്നതാണ് മാർക്ക് ലെസ് ദാൻ 25. മാർക്ക് 25ന്റെ താഴെ ആണ് എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒബ്വിയസ്ലി മാർക്ക് 25ന്റെ മുകളിലായിരിക്കില്ലേ? ഓക്കെ അല്ലേ? ഈ മാർക്ക് 25ന് താഴെ ആണെങ്കിൽ ഈ ഇഫ് ആണ് വർക്ക് ആവേണ്ടത്, ഈ എഫ് ആണ് വർക്ക് ആവേണ്ടത്. അപ്പൊ അതല്ല, അത് തെറ്റാണ് എന്നൊരു അവസ്ഥ വരികയാണ്. അത് തെറ്റാന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ എന്താണ് വർക്ക് ആവുന്നത്? ഈ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 25 എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് കളയാണ്. അതേപോലെ തന്നെ ഈ ഇഫിൽ ഇപ്പൊ നമ്മള് ഞാൻ 50 വാല്യൂ കൊടുക്കുകയാണ്. 50 വാല്യൂ കൊടുത്തു, മാർക്കിൽ 50 ഇരുന്നു. 50 ലെസ് ദാൻ 25 ആണോ? തെറ്റാണ്. അപ്പൊ ഈ ഇഫിന്ന് നേരെ ഈ അടുത്തിലോട്ട് പോവാണ്. ശരിയാണോ നോക്കുകയാണ്. ഇതിലെന്താണ്? മാർക്ക് ലെസ് ദാൻ 45 ആണോ നോക്കുകയാണ്. തെറ്റാണ്. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45. ഈ ഒരു 45ന്റെ ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല. കാരണം എന്താണ്? ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 45ന് മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ. അപ്പൊ അങ്ങനെ ഇതിലെല്ലാത്തിനും ഇത് ഒഴിവാക്കാൻ സാധിക്കും. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാൻ റൺ ചെയ്യാണ്. ഔട്ട്പുട്ട് ഞാൻ ഒരു 50 കൊടുത്തു. 50 സി ഗ്രേഡ് ആണ്. കറക്റ്റ് ആണോ നോക്കാം. അതെ, 50 എന്ന് പറയുന്നത് 45ന്റെയും 60ന്റെ ഇടയിലുള്ള സി ആണ്. ഇപ്പൊ നമ്മള് 35 കൊടുത്തു. 35 കൊടുത്തപ്പോ എന്താ ഉണ്ടാകുന്നത്? ഡി ഗ്രേഡ് ആണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? നമ്മള് ഒരു കോഡ് എഴുതാൻ മാത്രമല്ല, അതൊരു കോഡ് എഴുതി അതിനുശേഷം അതിനെ ബെറ്റർ ആയിട്ട് കോഡ് ചെയ്യാനും പഠിച്ചു. പ്രോഗ്രാമിംഗ് ഭയങ്കര പണിയാന്ന് എത്ര ആൾക്കാരെ പറയുന്നല്ലേ? പക്ഷെ നമ്മൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്.